ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ ഇയിലേക്ക് കിടക്കാം. സെക്ഷൻ ഇയിൽ 3 ചോദ്യങ്ങളാണ്. 3ഉം കേസ് സ്റ്റഡി ബേസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ചോദ്യത്തിനും 4 മാർക്ക് വീതമാണ്. അപ്പോൾ നമുക്ക് സെക്ഷൻ ഇയിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മിസ് ഷീല അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റോറിലേക്ക് പോയി. അവിടെ കുറച്ച് ഗ്ലാസ് ജാർസ് ഒരു പ്രത്യേക പാറ്റേണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. ആദ്യത്തെ ടോപ്പ് ലെയറിൽ 3 ജാറ്, രണ്ടാമത്തെ ലെയറിൽ 6 ജാറ്, മൂന്നാമത്തെ ലെയർ 9 ജാറ്, അങ്ങനെ 8 ലെയർ വരെ ഈ ഗ്ലാസ് ജാർസ് അറേഞ്ച് ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ബേസിസിൽ കുറച്ച് ചോദ്യങ്ങളിവിടെ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, റൈറ്റ് ആൻ AP ഹൂസ് ടേംസ് റെപ്രസെൻറ്റ് ദ നമ്പർ ഓഫ് ജാർസ് ഇൻ ഡിഫറെൻറ്റ് ലെയേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം ടോപ്പ്. ടോപ്പ് മുതൽ 8 ലെയർ വരെ ഉണ്ടെന്ന് പറഞ്ഞു. ആ ലെയർ വരെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗ്ലാസ് ജാർസിൻ്റെ എണ്ണത്തിനെ നമ്മളൊരു AP ആയിട്ട് അറേഞ്ച് ചെയ്യുക. ഓൾസോ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസും ഫൈൻഡ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആദ്യത്തെ ലെയറിൽ 3 ജാർസ്, രണ്ടാമത്തെ ലെയറിൽ 6 ജാർസ്, മൂന്നാമത്തെ ലെയറിൽ 9 ജാർസ്, ഇങ്ങനെയാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇതെല്ലാം ഓരോ ജാർസാണ്, ഇതെല്ലാം ഓരോ ജാർസിനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പ് ലെയറിൽ 3 എണ്ണം, രണ്ടാമത്തെ ലെയറിൽ 6 എണ്ണം, താഴത്തെ ലെയറിൽ 9 എണ്ണം. ഇതിനെ നമുക്ക് ഒരു AP ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടൈം എന്താണ്? ഫസ്റ്റ് ലെയറിലുള്ള നമ്പർ ഓഫ് ജാർസ്. ഫസ്റ്റ് ലെയറിൽ എത്ര ജാർസ് ഉണ്ടെന്ന് പറഞ്ഞു? 3 ജാർസ്. അപ്പോൾ A വിൽ ബി ഈക്വൽ ടു 3. ഇനി സെക്കൻഡ് റോയിൽ എത്ര എണ്ണം ഉണ്ട്? 6 ജാർസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ സെക്കൻഡ് ടൈം A2 വിൽ ബി 6. ഇനി 8 ലെയർ വരെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി A8 ഫൈൻഡ് ചെയ്യണം. A8 ഫൈൻഡ് ചെയ്താലാണ് നമുക്ക് ഇതൊരു AP ആക്കി മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ A8 ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ AN ഫോർമുല യൂസ് ചെയ്യണം. അപ്പോൾ AN ഈക്വൽസ് A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D. ഇതിനു മുമ്പായിട്ട് A എനിക്കുണ്ട്, N എനിക്കറിയാം. D ഫൈൻഡ് ചെയ്താലാണ് ഈ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ D കാണണമെങ്കിൽ നമുക്കറിയാം, സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്താൽ D കിട്ടും. സെക്കൻഡ് ടൈം ആയിട്ടുള്ള 6ൽ നിന്ന് ഫസ്റ്റ് ടൈം ആയിട്ടുള്ള 3 മൈനസ് ചെയ്യണം. അപ്പോൾ D 3 ആയിട്ട് കിട്ടി. ഇനി ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. N എന്ന് പറയുമ്പോൾ 8 ആണ്. സോ A8, 8th ടൈം അല്ലെങ്കിൽ 8th ലെയറിലുള്ള നമ്പർ ഓഫ് ജാർസ് ഫൈൻഡ് ചെയ്യാനായിട്ട് A 3 പ്ലസ് N എന്ന് പറയുന്നത് 8 മൈനസ് 1 ഇൻറ്റു D എന്ന് പറയുന്നത് 3 ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് A8 ഈക്വൽസ് 3 പ്ലസ് 8 മൈനസ് 1 7 ഇൻറ്റു 3. സോ 3 പ്ലസ് 7 ഇൻറ്റു 3 21. സോ 24 എന്നാണ് A8 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടി, സെക്കൻഡ് ടൈം കിട്ടി, ലാസ്റ്റ് ടൈം A8th ടൈമും കിട്ടി. അപ്പോൾ നമുക്ക് AP എഴുതാം. സോ ദ AP ഈസ് 3,6, till 8th ലെയർ. എയ്ത്ത് ലെയർ ആയിട്ടുള്ള 24 ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ അറേഞ്ച് ചെയ്യാം. നമുക്ക് കോമൺ ഡിഫറൻസ് അറിയാവുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ടൈംസും എഴുതി പോകാം. ഫസ്റ്റ് ടൈം 3, 6, then 9, then 12, then 15, then 18, 21, ഫൈനലി 24. ഇങ്ങനെയായിരിക്കും AP വരുന്നത്. ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇനി എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഗ്ലാസ് ജാർസ് ഒരു AP പോലെ അറേഞ്ച് ചെയ്ത് പോവുകയാണെങ്കിൽ 34 ജാർസ് ഏതെങ്കിലും ഒരു ലെയറിൽ വരാനായിട്ട് സാധ്യതയുണ്ടോ? അതായത്
ഇവിടുത്തെ ടോപ്പ് ലെയറിൽ 3 വന്നു, സെക്കൻഡ് ലെയറിൽ 6 വന്നു, മൂന്നാമത്തെ ലെയറിൽ 9 വന്നു. അതേപോലെ ഏതെങ്കിലും ഒരു ലെയറിൽ 34 ജാർസ് അറേഞ്ച് ചെയ്യാനായിട്ട്, ഒറ്റ ലെയറിൽ തന്നെ 34 ജാർസ് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ AN ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. AN nth ടൈം കാണാനുള്ള ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. A + n-1 × d. ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ AP-യുടെ ചാപ്റ്ററിൽ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്നിന് ഒരു വോൾ നമ്പർ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആയിട്ട് വരാൻ സാധിക്കും. അതായത് ഇവിടെ എന്നിന് ഏതെങ്കിലും ഒരു വോൾ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ 34 ജാർസ് ഏതെങ്കിലും ലെയർ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമുക്കിവിടെ എന്നിൻ്റെ വാല്യൂ ഏതാണ് കിട്ടണമെന്ന് നോക്കാം. AN ആയിട്ട് ഇവിടെ വരുന്നത് 34 ആണ്. 34 ഈക്വൽസ് A എന്ന് പറയുന്നത് നമുക്ക് 3 ആണ് കിട്ടി, പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 3 ആണ് കിട്ടിയത്. സോ 34 ഈക്വൽസ് 3 + 3n - 3. 3n - 3. ഈ 3യും -3യും ക്യാൻസൽ ആവും. 34 ഈക്വൽസ് 3n. സോ 3n ഈക്വൽസ് 34. n ഈക്വൽസ് 34 ഡിവൈഡ് ബൈ 3. 34ന് 3 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ഒരു ഡെസിമൽ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു വോൾ നമ്പർ നമുക്ക് ഒരിക്കലും കിട്ടുന്നില്ല. അതുകൊണ്ട് എന്നിന് ഒരു വോൾ നമ്പർ നമുക്ക് പോസിബിൾ അല്ല. വോൾ നമ്പർ പോസിബിൾ അല്ലാത്തത് കൊണ്ട് 34 ജാർസ് ഒരു ലെയറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു ലെയറിൽ 34 ജാർസ് വരാനായിട്ട് യാതൊരു പോസിബിലിറ്റിയും ഇല്ല. ഇങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. എപ്പോഴും എന്നിന് ഒരു വോൾ നമ്പർ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, ഇഫ് n ഗെറ്റ്സ് എ വോൾ നമ്പർ വാല്യൂ ദെൻ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി പോസിബിൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 34 ജാർസ് എന്നാണ്. പക്ഷേ നമ്മൾ n ഫൈൻഡ് ചെയ്തപ്പോൾ അതൊരു ഡെസിമൽ വാല്യൂ ആണ് കിട്ടിയത്. ഒരിക്കലും നമ്മൾക്ക് ഡെസിമൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോസിബിൾ അല്ല. എപ്പോഴും നമുക്കൊരു വോൾ നമ്പർ വാല്യൂ കിട്ടണം. എന്നിന് ഒരു വോൾ നമ്പർ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിബിൾ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 34 ജാർസ് വരാനായിട്ട് പോസിബിൾ അല്ല. അടുത്തത്, ഇഫ് ദർ ആർ n നമ്പർ ഓഫ് റോസ് ഇൻ എ ലെയർ then find the expression for finding the total number of jars in terms of n. Hence find 8. അതായത് ഒരു റോയിൽ n നമ്പർ ഓഫ് ഗ്ലാസ് ജാർസ് വരികയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ജാർസ് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ഫോർമുല ഫ്രെയിം ചെയ്യുക. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ലെയറിൽ n നമ്പർ ഓഫ് ജാർസ് വരികയാണെങ്കിൽ, ഇതേപോലത്തെ ഒരു ലെയറിൽ ഇങ്ങനെ n നമ്പർ ഓഫ് ജാർസ് വന്നു. ഇതിൻ്റെ എണ്ണം n ആണെങ്കിൽ, n നമ്പർ ഓഫ് ജാർസ് ആണെങ്കിൽ എല്ലാ ലെയറിലും കൂടിയുള്ള ടോട്ടൽ നമ്പർ ഓഫ് ജാർസ് ഫൈൻഡ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാത്തിൻ്റെയും സമ്മ് ഫൈൻഡ് ചെയ്യുക. AP-യുടെ സമ്മ് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം SN, സം ഓഫ് ഓൾ ടേംസ് ഓഫ് ആൻ AP ഫൈൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? SN = n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പം ഇവിടുത്തെ n എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് n ആണ്. സോ n-ന് അങ്ങനെ തന്നെ ഇടാം, n/2 ഇൻറ്റു 2a.
2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള എ 3 ആണ് നമുക്ക് കിട്ടിയത്. 2 ഇൻറ്റു 3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഡി എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് 3 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2 ടൈംസ് 3 6 പ്ലസ് n minus 1 into 3, which is equal to n/2 into 6 plus 3n minus 3. n/2 into 6 plus 3n minus 3, which is equal to n/2 into 6 minus 3, 3 plus 3n. ഇതിൽ നിന്ന് 3 കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് n. സോ ഫൈനൽ നമുക്ക് ഇക്വേഷൻ ഫ്രെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത് 3n/2 ഇൻറ്റു 1 പ്ലസ് n. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ജാർസിൻ്റെ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല. അതായത് ബേസിക്കലി സമ്മ് കാണാനുള്ള ഫോർമുല. n നമ്പർ ഓഫ് ജാർസിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുലയാണ് 3n ഇൻറ്റു 3n/2 ഇൻറ്റു 1 പ്ലസ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറയുന്നത് S8 ഫൈൻഡ് ചെയ്യാനായിട്ട്. അതായത് ഇവിടെ എന്നിന് 8 കൊടുത്തു കഴിഞ്ഞിട്ട് S8 ഫൈൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കറിയാം substituting n equals 8. എന്നിന് 8 കൊടുത്തു കഴിഞ്ഞാൽ S8 equals, S8 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു എന്നിന് 8 ബൈ 2 ഇൻറ്റു 1 പ്ലസ് 8, which is equal to 2 8 4 times 3 times 4 12 into 1 plus 8 9. That is equal to 108. അപ്പോൾ S8 ഫൈൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നിന് 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 3 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് 8. 3 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 2 3 ഇൻറ്റു 4 ആയിട്ട് വരും, കട്ട് ചെയ്യാം. അപ്പോൾ 12 എന്ന് കിട്ടുന്നു. 12 ഇൻറ്റു 1 പ്ലസ് 8 9. സോ ടോട്ടലി S8 108 എന്ന് ആൻസർ കിട്ടും. ഇനി ഫൈനൽ വൺ, തേർഡ് ക്വസ്റ്റ്യൻ. ആ സെക്ഷനിൽ തന്നെ ഒരു തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമുക്ക് ഫൈൻഡ് ചെയ്യാം. അതിൻ്റെ ആൻസർ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ്റെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. സോറി, തേർഡ് ക്വസ്റ്റ്യൻ്റെ ആണ് നമ്മൾ ഫിനിഷ് ചെയ്തത്. അതിൻ്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, ബി സെക്ഷൻ. അവിടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഷോപ്പ് കീപ്പർ 3 ജാർ ഓരോ ലെയറിലും കൂടി ആഡ് ചെയ്താൽ 5ാമത്തെ ലെയറിൽ, അതായത് ടോപ്പിൽ നിന്ന് 5ാമത്തെ ലെയറിൽ എത്ര ഗ്ലാസ് ജാർസ് ഉണ്ട്? ഇപ്പം നമുക്കറിയാം ഇവിടെ 3 എണ്ണമായിരുന്നു ടോട്ടലി. ഇവിടെ എത്ര എണ്ണമായിരുന്നു? 6 എണ്ണമായിരുന്നു. ഇവിടെ 9 എണ്ണമായിരുന്നു. ഫസ്റ്റ് കൊടുത്തിരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തേൽ 3 ജാർസ്, രണ്ടാമത്തെ ടോപ്പിൽ നിന്ന് രണ്ടാമത്തേൽ 6 ജാർസ്, ടോപ്പിൽ നിന്ന് മൂന്നാമത്തേൽ 9 ജാർസ്, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. 8 ലെയർ വരെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഓരോന്നിൻ്റെ കൂടെ 3 എക്സ്ട്രാ ജാർസ് ആഡ് ചെയ്തതാണെങ്കിൽ, അപ്പോൾ ഇവിടെ എങ്ങനെ വരും? +3 എന്ന് വരും, +3 എന്ന് വരും, +3 എന്ന് വരും. ഓരോ ലെയറിലും 3 ജാർസ് വീതം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5th ലെയറിൽ, 5ാമത്തെ ലെയറിൽ എത്ര ജാർസ് വരും, എത്ര ഗ്ലാസ് ജാർസ് വരും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് A5 എത്ര വരും. അപ്പോൾ AP എങ്ങനെ വരും? A ഈക്വൽസ് 3 + 3 6 എന്ന് വരും. സെക്കൻഡ് ടൈം A2 എങ്ങനെ വരും? 6 + 3 9 എന്ന് വരും. കോമൺ ഡിഫറൻസ് എത്ര വരും? D ഫൈൻഡ് ചെയ്യാനായിട്ട്
സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചാൽ മതി. 9ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 3 തന്നെയാണ് നമുക്ക് എന്തെന്ന് കിട്ടുന്നത്, കോമൺ ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ A5 ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് ANൻ്റെ ഫോർമുലയാണ്. AN ഈക്വൽസ് A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D. A5 ഈക്വൽസ് A എന്ന് പറയുന്നത് 6 പ്ലസ് N ഇവിടെ 5 ആണ്, 5 മൈനസ് 1 ഇൻറ്റു D എന്ന് പറയുന്നത് 3. അപ്പോൾ 6 പ്ലസ് 5 മൈനസ് 1 4 ഇൻറ്റു 3. So 6 plus 4 into 3 12. So 6 plus 12 18. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി, ഓരോ ലെയറിലും 3 ഗ്ലാസ് ജാർസ് വീതം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ the fifth layer has 18 glass jars. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. 18 ഗ്ലാസ് ജാർസ് നമുക്ക് 5th ലെയറിൽ കിട്ടും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടി അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് മിസ് ഷീല വീടിൻ്റെ അടുത്തുള്ളൊരു സ്റ്റോറിൽ പോയി അവിടെ കുറച്ച് ഗ്ലാസ് ജാർസ് അറേഞ്ച് ചെയ്തിരിക്കാനായിട്ട് കാണാനായിട്ട് സാധിച്ചു. അതെല്ലാം ഒരു AP ആണ് ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ലെയറിൽ, ടോപ്പ് ലെയറിൽ 3 ജാർസ്, സെക്കൻഡ് ലെയറിൽ 6 ജാർസ്, തേർഡ് ലെയറിൽ 9 ജാർസ്, അങ്ങനെ 8 ലെയർ വരെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ആ ഗ്ലാസ് ജാർസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു AP ആയിട്ട് ഫോം ചെയ്യുക, അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യുക. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് 34 ജാർസ് ഒരു ലെയറിൽ വരാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ, അത് ചെയ്യാനായിട്ട് നമ്മൾ N ഫൈൻഡ് ചെയ്തു. ANൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ട് Nൽ ഒരു വോൾ നമ്പർ കിട്ടുകയാണെങ്കിൽ ഇത് പോസിബിൾ ആണെന്ന് പറഞ്ഞു. പക്ഷേ Nന് നമുക്ക് കിട്ടിയത് ഒരു ഡെസിമൽ വാല്യൂ ആണ്. അതുകൊണ്ട് 34 ജാർസ് ഒരിക്കലും പോസിബിൾ അല്ല, ഒരു ലെയറിൽ 34 ജാർസ് വരാനായിട്ട് ഒരിക്കലും പോസിബിൾ അല്ല. അടുത്തായിട്ട് പറഞ്ഞത് N നമ്പർ ഓഫ് ലെയേഴ്സ് ഉണ്ട്. ആ ഗ്ലാസ് ജാർസ് എല്ലാം N നമ്പർ ഓഫ് ലെയേഴ്സിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ജാർസിൻ്റെ ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കാനായിട്ട്, അതായത് ബേസിക്കലി അതിൻ്റെ എല്ലാം സമ്മ് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ സമ്മിനൊരു ജനറൽ ഫോർമുല ഫൈൻഡ് ചെയ്തു, അതിൽ നിന്ന് S8 ഫൈൻഡ് ചെയ്തു. ഈ തേർഡ് ക്വസ്റ്റിനൊരു ഓരോ ക്വസ്റ്റ്യൻ ഉണ്ട്. 3 ജാർസ്, ഓരോ ലെയറിൽ 3 ജാർസ് ഷോപ്പ് കീപ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ ലെയറിൽ എത്ര ജാർസ് വരും. അങ്ങനെ ഓരോന്നിലും 3 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ AN ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് 5th ലെയറിൽ A5 ആയിട്ട് കിട്ടിയത് 18 ആണ്. അപ്പോൾ 5th ലെയറിൽ 18 നമ്പർ ഓഫ് ഗ്ലാസ് ജാർസ് ഉണ്ടാകും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 37ലേക്ക് കിടക്കാം. 37ൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു ഇൻറ്റീരിയർ ഡിസൈനർ ഒരു വീട്ടിൽ ഡിസൈൻ ചെയ്തൊരു ക്യാബിനറ്റാണിത്, ട്രയാങ്കിൾ ഷേപ്പിലാണ്. അങ്ങനെയാണെങ്കിൽ ABC ലാർജസ്റ്റ് ട്രയാങ്കിൾ, ഈ ഒരു ക്യാബിനറ്റിൻ്റെ വലിയ ട്രയാങ്കിൾ ABC ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സ്മോളസ്റ്റ് വൺ ആയിട്ടുള്ളത് DEF. ഇവിടെ പറഞ്ഞിരിക്കുന്നത് PQ EFന് പാരലലാണ്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഷോ ദാറ്റ് DPQ ട്രയാങ്കിൾ DPQ ട്രയാങ്കിൾ DEFന് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഗിവൺ തന്നിരിക്കുന്ന ഡാറ്റാസ്, ഗിവൺ PQ പാരലൽ ടു EF, PQ EFന് പാരലൽ. സോ ആംഗിൾ DPQ ഈക്വൽസ് ആംഗിൾ DEF. ആംഗിൾ DPQ ഈക്വൽസ് ആംഗിൾ DEF. റീസൺ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് PQ EFന് പാരലലാണ്. അപ്പോൾ DE ട്രാൻസ്വേഴ്സലായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ DPQ വിൽ ബി ഈക്വൽ ടു ആംഗിൾ DEF. നെക്സ്റ്റ് ആംഗിൾ EDF ഈസ് ഈക്വൽ ടു ആംഗിൾ PDQ. EDF എന്ന് പറയുന്ന ഈ ആംഗിള്, PDQ എന്ന് പറയുന്ന ഈ ആംഗിൾ, അതായത് രണ്ടും കോമൺ ആംഗിൾസ് ആണ്, രണ്ട് ട്രയാംഗിൾസിൻ്റെ കോമൺ ആംഗിൾസ് ആണ് EDFും
പി ഡി ഒയും. അപ്പോൾ നമുക്ക് കോമൺ ആംഗിൾസ് എന്ന് എഴുതാം. നമ്മൾ ട്രയാങ്കിൾസിൻ്റെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസും മറ്റൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസിന് ഈക്വൽ ആവുകയാണെങ്കിൽ രണ്ട് ട്രയാങ്കിൾസും നമുക്ക് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ട്രയാങ്കിൾ ഡി പി ക്യു സിമിലർ ടു ട്രയാങ്കിൾ ഡി ഇ എഫ്. ഏത് ക്രൈറ്റീരിയ? എ സിമിലാരിറ്റി ക്രൈറ്റീരിയ. അങ്ങനെ എ ക്രൈറ്റീരിയ വെച്ച് രണ്ട് ട്രയാങ്കിളും നമുക്ക് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, 37 ക്വസ്റ്റ്യൻ 37ാമത്തെ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡി പി 50 സെൻറ്റിമീറ്ററും പി ഇ 70 സെൻറ്റിമീറ്ററും ആണെങ്കിൽ പി ക്യു ബൈ ഇ എഫ് ഫൈൻഡ് ചെയ്യുക. പി ക്യു ബൈ ഇ എഫ് റേഷ്യോ എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യുക. നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട് എന്താണ്? ട്രയാങ്കിൾ ഡി പി ക്യു സിമിലർ ടു ട്രയാങ്കിൾ ഡി പി ക്യു സിമിലർ ടു ട്രയാങ്കിൾ ഡി ഇ എഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നു ഡി പി നമുക്ക് എഴുതാനായിട്ട് സാധിക്കും ഡി പി ബൈ ഡി ഇ ഈക്വൽസ് ഡി ക്യു ബൈ ഡി എഫ്. ഡി ക്യു ബൈ ഡി എഫ് ഈക്വൽസ് പി ക്യു ബൈ ഇ എഫ്. അതായത് നമ്മൾ ട്രയാങ്കിൾസ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. സൈഡ്സ് വിൽ ബി ഇൻ ഈക്വൽ റേഷ്യോസ്. അങ്ങനെയാണ് ഡി പി ബൈ ഡി ഇ ഈക്വൽസ് ഡി ക്യു ബൈ ഡി എഫ് ഈക്വൽസ് പി ക്യു ബൈ ഇ എഫ് എന്ന് എഴുതാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി പിയുടെ വാല്യൂ 50 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ ഡി ഇ എന്ന് പറയുന്നത് ഡി പി പ്ലസ് പി ഇ. അതെന്തിന് ഈക്വൽ ആയിരിക്കും? പി ക്യു ബൈ ഇ എഫിന് ഈക്വൽ ആയിരിക്കും. സോ 50 സെൻറ്റിമീറ്റർ ഡി പി പ്ലസ് പി ഇ എന്ന് പറയുന്നത് എത്രയാണ്? ഡി പി ഈസ് 50 സെൻറ്റിമീറ്റർ പ്ലസ് പി ഇ 70 സെൻറ്റിമീറ്റർ വിൽ ബി ഈക്വൽ ടു പി ക്യു ബൈ ഇ എഫ്. അപ്പോൾ 50 സെൻറ്റിമീറ്റർ divided by 50 plus 70 120 centimeter equals PE by EQ. PQ by EF 0 കട്ടായി. സോ PQ by EF എന്തിന് ഈക്വൽ ആയിരിക്കും? 5/12 ഈക്വൽ ആയിരിക്കും. ക്വസ്റ്റ്യൻ ഒന്നുകൂടി അനലൈസ് ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡി പി 50 സെൻറ്റിമീറ്ററും പി ഇ 70 സെൻറ്റിമീറ്ററും ആണെന്ന്. ഡി പി 50യും പി ഇ 70 സെൻറ്റിമീറ്ററും ആണ്. അങ്ങനെയെങ്കിൽ പി ക്യു ബൈ ഇ എഫ് ഫൈൻഡ് ചെയ്യുക. നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡി പി ക്യു ഡി ഇ എഫിന് സിമിലർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസിൽ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഡി പി ബൈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ ഡി പി ബൈ ഡി ഇ വിൽ ബി ഈക്വൽ ടു ഡി ക്യു ബൈ ഡി എഫ് വിൽ ബി ഈക്വൽ ടു പി ക്യു ബൈ ഇ എഫ് എന്ന് കിട്ടുന്നു. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡി പിയുടെ വാല്യൂ 50 സെൻറ്റിമീറ്റർ, ഡി ഇ എന്ന് പറയുന്നത് ഡി പി പ്ലസ് പി ഇ ആണ്. അത് ഈക്വൽ ടു പി ക്യു ബൈ ഇ എഫ്. ഫസ്റ്റ് അപ്പോൾ 50 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ ഡി പി പ്ലസ് പി ഇ. ഡി പി എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ, പി ഇ 70 സെൻറ്റിമീറ്റർ വിൽ ബി ഈക്വൽ ടു പി ക്യു ബൈ ഇ എഫ്. ഡി പി എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ബൈ ഡി ഇ എന്ന് പറയുന്നത് 50 പ്ലസ് 70 120 സെൻറ്റിമീറ്റർ. അത് ഈക്വൽ ടു പി ക്യു ബൈ ഇ എഫ്.
അപ്പോൾ പി ക്യു ബൈ ഇ എഫ് ഒരു സീറോ കട്ടായി 5/12 എന്ന് കിട്ടുന്നു. സോ പി ക്യു ബൈ ഇ എഫ് വിൽ ബി ഈക്വൽ ടു 5/12. ഇനി നമുക്ക് 37ാമത്തെ ക്വസ്റ്റ്യൻ്റെ തേർഡ് സെക്ഷനിലേക്ക് കിടക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2AB ഈക്വൽ ടു 5DE ആണ്. അതുകൂടാതെ ട്രയാങ്കിൾ ABC ട്രയാങ്കിൾ DEFന് സിമിലർ ആണ്. അങ്ങനെയെങ്കിൽ ABC-യുടെ പെരിമീറ്ററും DEFൻ്റെ പെരിമീറ്ററും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ആദ്യം എഴുതാം. ഗിവൺ 2AB equals 5DE. Also, triangle ABC similar to triangle DEF. നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രയാങ്കിൾസിൻ്റെ ചാപ്റ്ററിൽ 2 ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ 2 ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം AB divided by DE will be equal to BC divided by EF equal to AC divided by DF. ഇങ്ങനെ എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ 2AB ഈക്വൽസ് 5DE. അതിൽ നിന്ന് AB ബൈ DE നമുക്ക് ഫൈൻഡ് ചെയ്യാം. AB ബൈ DE ഫൈൻഡ് ചെയ്യുമ്പോൾ ഈ DE ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 2 റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയത് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. ടു AB ബൈ DE വിൽ ബി ഈക്വൽ ടു 5 എന്നാവും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉള്ള 2 റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ AB ബൈ DE ഈക്വൽസ് 5 ഡിവൈഡ് ബൈ 2 എന്നാവും. AB ബൈ DE ഈക്വൽസ് 5 ഡിവൈഡ് ബൈ 2 എന്നാവും. അതേപോലെ AB ബൈ DE ഈക്വൽ ടു BC ബൈ EF എന്നാണുള്ളത്. അപ്പോൾ BC ബൈ EF വിൽ ബി ഈക്വൽ ടു 5/2. അതുകൂടാതെ AC ബൈ DFും AB ബൈ DEക്ക് ഈക്വൽ ആണ്. സോ AC ബൈ DF വിൽ ബി ഓൾസോ ഈക്വൽ ടു 5/12. 5/2 സോറി, ഇത് 5/2 എന്നാണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ABയുടെ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. AB വിൽ ബി ഈക്വൽ ടു ഈ DE റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 5DE/2 എന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ 5/2 DE എന്ന് കിട്ടുന്നു. അതേപോലെ BC ബൈ EFൽ നിന്ന് BCയുടെ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാം. BC വിൽ ബി ഈക്വൽ ടു 5/2 EF. 5/2 ടൈംസ് EF എന്ന് കിട്ടുന്നു. ഇതിൽ നിന്ന് ACയുടെ വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് DFൻ്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് DFൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്താൽ ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ACയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. AC വിൽ ബി ഈക്വൽ ടു DEF റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 5/2 DF എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? AB 5/2 DE എന്ന് കിട്ടി, BC 5/2 EF എന്ന് കിട്ടി, AC 5/2 DF എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പെരിമീറ്റേഴ്സ് ഫൈൻഡ് ചെയ്യാം. ഓരോന്നിൻ്റെയും പെരിമീറ്റേഴ്സ് ഫൈൻഡ് ചെയ്യാം. So first one, perimeter of ABC. Perimeter of triangle ABC എന്തിന് ഈക്വൽ ആയിരിക്കും? AB പ്ലസ് BC പ്ലസ് ACക്ക് ഈക്വൽ ആയിരിക്കും.
എ ബി പ്ലസ് ബി സി പ്ലസ് എ സിക്ക് ഈക്വൽ ആയിരിക്കും. എ ബിയുടെ വാല്യൂ നമ്മൾ ഇവിടെ ഫൈൻഡ് ചെയ്തു. എ ബിയുടെ വാല്യൂ 5/2 DE, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 5/2 DE പ്ലസ് ബി സിയുടെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്തു 5/2 EF, 5/2 EF പ്ലസ് എ സിയുടെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്തു 5/2 DF, 5/2 DF. ഇതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ടുള്ള 5/2 പുറത്തേക്ക് എടുക്കാം. സോ 5/2 കോമൺ ആക്കി പുറത്തെടുത്താൽ DE പ്ലസ് EF പ്ലസ് DF. നമുക്കറിയാം DEയും EFും DFും കൂടി ആഡ് ചെയ്യുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? DEയും EFും DFും കൂടി കൂട്ടുമ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 ടൈംസ് perimeter of triangle DEF എന്നായി. ഇനി നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? റേഷ്യോ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC by perimeter of triangle DEF. അപ്പോൾ നമുക്ക് എ ബി സിയുടെ പെരിമീറ്റർ അങ്ങനെ കിട്ടി 5/2 ടൈംസ് പെരിമീറ്റർ ഓഫ് DEF എന്ന് കിട്ടി, പെരിമീറ്റർ ഓഫ് DEF എന്ന് കിട്ടി ബൈ പെരിമീറ്റർ ഓഫ് DEF. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് വാല്യൂസ് കട്ട് ചെയ്യാം. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 5/2 which is a constant ആണ്. 5/2 ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടി. സോ ഫൈനലി നമുക്ക് എന്ത് എഴുതാം? therefore perimeter of triangle ABC divided by perimeter of triangle DEF എന്തിന് ഈക്വൽ ആയിട്ട് കിട്ടി? എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് റിക്വയർ ആയിട്ടുള്ള പ്രൂഫ്. അപ്പോൾ പെരിമീറ്റർ ഓഫ് ABC ബൈ പെരിമീറ്റർ ഓഫ് DEF നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് കിട്ടി. ക്വസ്റ്റ്യൻ ഒന്നും കൂടി അനലൈസ് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 2AB = 5DEയും ആണെങ്കിൽ, അതുകൂടാതെ ABC ട്രയാങ്കിൾ ABC ട്രയാങ്കിൾ DEFന് സിമിലർ ആണെങ്കിൽ പെരിമീറ്റർ ഓഫ് ABC ഡിവൈഡ് ബൈ പെരിമീറ്റർ ഓഫ് DEF ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം പെരിമീറ്റർ ഓഫ് ABC ഫൈൻഡ് ചെയ്യാം. പെരിമീറ്റർ ഓഫ് ABC ഫൈൻഡ് ചെയ്തപ്പം നമുക്ക് എന്തായിട്ട് കിട്ടി? പെരിമീറ്റർ ഓഫ് ABC പെരിമീറ്റർ ഓഫ് DEFൻ്റെ 5/2 ആണ് കിട്ടി. അതുകൂടാതെ രണ്ട് ട്രയാങ്കിൾസ് തമ്മിലുള്ള പെരിമീറ്റേഴ്സിൻ്റെ റേഷ്യോ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പെരിമീറ്റർ ഓഫ് DE രണ്ട് ടൈംസിൽ രണ്ട് സ്ഥലത്ത് കട്ടായി പോവും. ഫൈനൽ ആൻസർ 5/2 എന്ന് കിട്ടി. സോ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി പെരിമീറ്റർ ഓഫ് ABC ബൈ പെരിമീറ്റർ ഓഫ് DEF ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 37 തേർഡ് ക്വസ്റ്റ്യനിൽ ഒരു ഓർ ക്വസ്റ്റ്യൻ കൊണ്ടിട്ടുണ്ട്. നമുക്കിനി ആ ഒരു ഓർ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്കിനി ക്വസ്റ്റ്യൻ നമ്പർ 37 സെക്ഷൻ 3 ഓർ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് AM-ഉം DN-ഉം ABCയുടെയും DEFൻ്റെയും മീഡിയൻസ് ആണെങ്കിൽ ട്രയാങ്കിൾ ABM സിമിലർ ടു ട്രയാങ്കിൾ DEN പ്രൂവ് ചെയ്യുക. അതായത് AM ഈ ട്രയാങ്കിൾ ABCയുടെ മീഡിയൻ ആണെങ്കിൽ DN ട്രയാങ്കിൾ DEFൻ്റെ മീഡിയൻ ആണെങ്കിൽ ട്രയാങ്കിൾ ABM-ഉം ട്രയാങ്കിൾ
ഡി ഇ എന്നും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുക. എ എം മീഡിയൻ ആണെങ്കിൽ ബി എം ഈക്വൽ ടു സി എം ആണെന്ന് നമുക്കറിയാം. അതേപോലെ ഡി എൻ ഇതിൻ്റെ മീഡിയൻ ആണെങ്കിൽ ഇ എൻ വിൽ ബി ഈക്വൽ ടു എഫ് എന്ന് നമുക്ക് അറിയാം. ഇനി നമുക്ക് പ്രൂഫിലേക്ക് കിടക്കാം. തന്നിരിക്കുന്ന ഡാറ്റാസ് ആദ്യം എഴുതാം. ഗിവൺ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ ഡി ഇ എഫ്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 37 ഫസ്റ്റ് സെക്ഷനിൽ പ്രൂവ് ചെയ്ത കാര്യമാണ്. ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ ഡി ഇ എഫിന് സിമിലർ ആണെന്നുള്ള കാര്യം നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. സോ എ ബി ബൈ ഡി ഇ will be equal to BC by EF. അതായത് AB by DE will be equal to BC by EF എന്ന് എനിക്ക് കിട്ടും. ഇതെന്താണ് കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് പാർട്സിൻ്റെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബി സി ബൈ ഇ എഫിനെ ഞാൻ ഹാഫ് ബി സി ബൈ ഹാഫ് ഇ എഫ് എന്ന് എഴുതി. ഈ 1/2 കട്ടായി പോയാലും സെയിം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ബി സി ബൈ ഇ എഫ് എന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ബി സി ബൈ ഇ എഫിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഹാഫ് ബി സി ബൈ ഹാഫ് ഇ എഫ് എന്ന് എഴുതി. ഇനി നമുക്കറിയാം ഹാഫ് ബി സി എന്തിന് ഈക്വലാണ്? ഹാഫ് ബി സി ബി എമ്മിന് ഈക്വലാണ്. ബി എം ആണ് ബി സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബി എം വിൽ ബി ഈക്വൽ ടു സി എം എന്ന് നമുക്ക് കിട്ടുമ്പോൾ ഹാഫ് ബി സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ബി സി ബൈ ഹാഫ് ഇ എഫ് will be equal to half BC by half EF will be equal to BM. ഹാഫ് ബി സി നമുക്ക് എങ്ങനെ എഴുതാം? ബി എം ബൈ ഹാഫ് ഇ എഫ്. ഇ എഫിൻ്റെ ഹാഫിന് ഇ എൻ എന്ന് എനിക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? എ ബി ബൈ ഡി ഇ ഹാഫ് ബി സി ബൈ ഹാഫ് ഇ എഫിന് ഈക്വൽ ആണ്. അതായത് എ ബി ബൈ ഡി ഇ വിൽ ബി ഈക്വൽ ടു ബി എം ബൈ ഇ എൻ. അപ്പോൾ അത് എഴുതാം. എ ബി ബൈ ഡി ഇ വിൽ ബി ഈക്വൽ ടു ബി എം ബൈ ഇ എൻ. ഓക്കെ. അതുകൂടാതെ ഓൾസോ ആംഗിൾ എ ബി സി വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഡി ഇ എഫ്. എന്തുകൊണ്ടാണ്? ആംഗിൾ എ ബി സി ആംഗിൾ ഡി എഫിന് ഈക്വലാണ്. അതായത് ഈ ഒരു ആംഗിളിന് ഈക്വൽ ആയിരിക്കുന്നു. കാരണം നമുക്ക് ഓൾറെഡി അറിയാം ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ ഡി ഇ എഫിന് സിമിലർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് ആംഗിൾ എ ബി സി ആംഗിൾ ഡി ഇ എഫിന് ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാം. കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ്. അതേപോലെ ആംഗിൾ എ ബി സി തന്നെയാണ്. ആംഗിൾ എ ബി സിന് ഞാൻ പേര് മാറ്റിയിട്ട് ആംഗിൾ എ ബി എം എന്നാക്കുന്നു. ആംഗിൾ എ ബി സി തന്നെയാണ് ആംഗിൾ എ ബി എമ്മും. സെയിം ആംഗിൾ തന്നെയാണ്. ഞാൻ നെയിമിംഗ് ഒന്ന് മാറ്റുന്നുള്ളൂ. എ ബി സിക്ക് പകരം ആംഗിൾ എ ബി എം ഈക്വൽ ടു ആംഗിൾ ഡി ഇ എഫ്. ആംഗിൾ ഡി ഇ എഫിന് പകരം ഞാൻ ആംഗിൾ ഡി ഇ എൻ എന്ന് നെയിമിംഗ് ചേഞ്ച് ചെയ്യുന്നു. ആംഗിൾ ഡി ഇ എൻ. ഓക്കെ. അപ്പോൾ ആംഗിൾ എ ബി എം ഈക്വൽ ടു ആംഗിൾ ഡി ഇ എന്ന് കിട്ടി. അതുകൂടാതെ നമുക്കറിയാം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഈ സൈഡ്സ് ഈക്വൽ റേഷ്യോസിലാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്.
ഏതൊക്കെ? എ ബി ബൈ ഡി ഇ ഈക്വൽ ടു ബി എം ഡിവൈഡ് ബൈ ഇ എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ആംഗിളിന് ഈക്വൽ ആണെന്ന് നമ്മൾ CPST വഴി പ്രൂവ് ചെയ്തു. അതായത് ട്രയാങ്കിൾ ABM സിമിലർ ടു ട്രയാങ്കിൾ DE എന്ന് കിട്ടും. എങ്ങനെയാണ്? SAS സിമിലാരിറ്റി ക്രൈറ്റീരിയ. ട്രയാങ്കിൾ ABM സിമിലർ ടു ട്രയാങ്കിൾ DE എന്ന് കിട്ടും. SAS സിമിലാരിറ്റി ക്രൈറ്റീരിയ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓൾറെഡി പ്രൂവ്ഡായി. ABM സിമിലർ ടു ട്രയാങ്കിൾ DE എന്നായി. ക്വസ്റ്റ്യൻ ഒന്നുകൂടി അനലൈസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് AMഉം DNഉം ABCയുടെയും DEFൻ്റെയും മീഡിയൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ ABMഉം ട്രയാങ്കിൾ DENഉം സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുക. ABM ഈ ഒരു ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുക. നമുക്ക് ഓൾറെഡി ഫസ്റ്റ് സെക്ഷനിൽ കിട്ടിയിട്ടുണ്ട് ABCയും DEFഉം സിമിലർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AB ബൈ DE വിൽ ബി ഈക്വൽ ടു AC ബൈ EF എന്ന് നമുക്ക് എഴുതാം. കാരണം സിമിലർ ആയിട്ടുള്ള ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോസും ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഈ BC ബൈ EFൻ്റെ കൂടെ ഞാൻ ഹാഫ് ചേർത്തു. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഹാഫ് BCക്ക് പകരം എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം BM ആണ് BCയുടെ ഹാഫ്. അപ്പോൾ ഹാഫ് BCക്ക് പകരം BM എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതേപോലെ EFൻ്റെ ഹാഫായിട്ട് എനിക്ക് EN എന്നും എഴുതാം. EFൻ്റെ ഹാഫായിട്ട് EN എന്നും എഴുതാം. അപ്പോൾ AB ബൈ DE ഈക്വൽസ് BM ബൈ EN എന്ന് എഴുതാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഈ ഒരു ആംഗിൾ ABM എന്ന് പറയുന്ന ആംഗിൾ ABC എന്ന് പറയുന്ന ആംഗിൾ DEFന് ഈക്വൽ ആയിരിക്കും. കാരണം ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആകുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആകുന്നു. അങ്ങനെ ഈ ഒരു ആംഗിളും ഈക്വലായി. അപ്പോൾ ഞാൻ നെയിമിങ് ചേഞ്ച് ചെയ്തുകൊണ്ട് ABCനെ ആംഗിൾ ABM എന്നാക്കുകയും ആംഗിൾ DEFനെ ആംഗിൾ DE എന്നാക്കുകയും ചെയ്തു. അതാണ് ആംഗിൾ ABM ഈക്വൽ ടു ആംഗിൾ DE എന്ന് എഴുതുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു സൈഡ് ഇതിന് പ്രൊപ്പോർഷണൽ ആണെന്ന് കിട്ടി. അതായത് ഈ സൈഡ് AB ബൈ DE ഈക്വൽ ടു BM ബൈ EN ഓൾറെഡി കിട്ടി. പിന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സൈഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ SAS ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്കെന്താണ് രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. അതാണ് SAS സിമിലാരിറ്റി ക്രൈറ്റീരിയ വെച്ച് നമ്മൾ ട്രയാങ്കിൾ ABMഉം ട്രയാങ്കിൾ DENഉം സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 38. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഫാർമർ ഗിരിധർ തൻ്റെ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെറ്റാലിക് സിലോ പണിയാൻ തീരുമാനിച്ചു. മെറ്റാലിക് സിലോ എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ബേസും കോൺ മൗണ്ട് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ മീതെ. അപ്പോൾ കോണിക്കൽ പാർട്ടിൻ്റെയും സിലിണ്ടറിക്കൽ പാർട്ടിൻ്റെയും ഡയമെൻഷൻസ് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. കോണിക്കൽ പാർട്ടിൻ്റെ ബേസ് റേഡിയസ് 1.5 മീറ്റർ, ഹൈറ്റ് 2 മീറ്റർ. സിലിണ്ടറിക്കൽ പാർട്ടിൻ്റെ ബേസ് റേഡിയസ് 1.5. ഈ കോണിൻ്റെ അതേ ബേസ് റേഡിയസ് ആണ് സിലിണ്ടറിക്കൽ പാർട്ടിനും വരുന്നത്. ഹൈറ്റ് 7 മീറ്റർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോണിക്കൽ പാർട്ട് ഓഫ് സിലോ. ഈ കോണിക്കൽ പാർട്ടിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് L ഫൈൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി കോണിൻ്റെ പാർട്ടിൽ പഠിച്ചിട്ടുണ്ട്. സർഫേസ് ഏരിയ വോളിയംസിൽ കോണിൻ്റെ പാർട്ടിൽ പഠിച്ചിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് L ഈക്വൽസ് റൂട്ട് ഓഫ്
എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഇനി ഇവിടുത്തെ എച്ച് എന്ന് പറയുന്നത് എന്താണ്? 2 മീറ്റർ. സോ റൂട്ട് ഓഫ് എച്ച് എന്ന് പറയുന്നത് 2 മീറ്റർ. അപ്പോൾ എച്ചിൻ്റെ സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ആർ എന്ന് പറയുന്നത് എത്രയാണ്? 1.5. അതിനെ ഞാൻ ഫ്രാക്ഷൻ ആക്കി എഴുതാണ് 3/2. ആറിന് 3/2 എന്ന് വയ്ക്കുന്നു, അതിൻ്റെ ഹോൾ സ്ക്വയർ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 പ്ലസ് 3/2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 9/4. ഇങ്ങനെ 1.5ന് 3/2 ആക്കി എഴുതുന്നത് കാൽക്കുലേഷൻസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു ഗെറ്റ് 4 × 4 16 പ്ലസ് 9 25. 25/4 എന്ന് കിട്ടുന്നു കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ. അപ്പോൾ 25/4ൻ്റെ സ്ക്വയർ റൂട്ടാണ് എല്ലിൻ്റെ വാല്യൂ. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5/2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2.5 മീറ്റർ. അപ്പോൾ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത് 2.5 മീറ്റർ. ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട്. ഫൈൻഡ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോണിക്കൽ പാർട്ട് ഓഫ് ദ സിലോ. കോണിക്കൽ പാർട്ട് ഓഫ് 1 സില. ഒരു സിലോൻ്റെ കോണിക്കൽ പാർട്ടിൻ്റെ CSA ഫൈൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കറിയാം CSA ഓഫ് കോൺ, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോണിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് πRL. പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു റേഡിയസ് 1.5ന് അങ്ങനെ ഞാൻ 3/2 എന്ന് എടുക്കുന്നു. എല്ലിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 2.5 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. അതിനെ ഞാൻ ഫ്രാക്ഷനാക്കി 5/2 എന്ന് എഴുതുന്നു. ഇനി 22ൽ 11 ടൈംസ്. സോ ഫൈനൽ 11 × 3 × 5 ഡിവൈഡ് ബൈ 7 × 2 14. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 11.78 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതാണ് CSA ഓഫ് കോണിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സിലിണ്ടറിൻ്റെ കേർവ്ഡ് ഭാഗം നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റൽ ഷീറ്റാണ്. 1 മീറ്റർ സ്ക്വയറിന് 2000 രൂപ വെച്ചിട്ട് ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേർവ്ഡ് സിലിണ്ടറിക്കൽ പോർഷൻ എന്നാണ്. അതായത് ഈ സിലിണ്ടറിൻ്റെ CSA ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ആദ്യമേ തന്നെ CSA ഓഫ് സിലിണ്ടർ ഫൈൻഡ് ചെയ്യുന്നു. CSA ഓഫ് സിലിണ്ടർ ഈക്വൽസ് 2πRH. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 22/7 ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 1.5. അതിനെ ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ 3/2. ഇനി ഹൈറ്റ് ഓഫ് കോൺ ഹൈറ്റ് ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് 7 മീറ്റർ ഇൻറ്റു 7. ഇവിടെ കട്ട് ചെയ്ത് കളയാനുള്ളത് കട്ട് ചെയ്യുക. ഈ 7ഉം 7ഉം കട്ടാവും, ഈ 2ഉം കട്ടാവും. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 22 × 3 മീറ്റർ സ്ക്വയർ ആണ്. ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് 1 മീറ്റർ സ്ക്വയറിന് 2000 രൂപ വെച്ച് ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് will be equal to ₹2000 into 22 into 3 meter square. That is equal to 2000 into 2 into 11 into 3. 2 into 2 4 4 into 33 132 132,000 ഇത്രയും റുപ്പീസാണ് ഫൈനൽ ആൻസർ. സോ 1,32,000 റുപ്പീസാണ് ടോട്ടൽ കോസ്റ്റ്. ക്വസ്റ്റൻ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് സിലിണ്ടറിൻ്റെ കേർവ്ഡ് പോർഷൻ നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റൽ ഷീറ്റാണ്. അതിന് ടോട്ടൽ കോസ്റ്റ് 1 മീറ്റർ സ്ക്വയറിന് 2000
രൂപ വെച്ചിട്ട് ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ അതിന് ഫൈൻഡ് ചെയ്യേണ്ടത് കേർവ്ഡ് പോർഷൻ ആയതുകൊണ്ട് CSA ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. 2πRH ഫൈൻഡ് ചെയ്യുമ്പോൾ 22 × 3 മീറ്റർ സ്ക്വയർ. നമുക്ക് CSAയുടെ ആൻസർ ഇവിടെ വേണ്ട, അതുകൊണ്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ കാൽക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് 1 മീറ്റർ സ്ക്വയറിൻ്റെ കോസ്റ്റ് ആയിട്ടുള്ള 2000 വെച്ച് ടോട്ടൽ മീറ്റർ സ്ക്വയർ 22 × 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഫൈനലി വി ഗെറ്റ് ആൻസർ ആസ് 1,32,000. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് മെറ്റൽ ഷീറ്റ് ഉപയോഗിച്ച് സിലിണ്ടറിൻ്റെ കേർവ്ഡ് പോർഷൻ നിർമ്മിക്കാനുള്ള ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1,32,000 rupees. ക്വസ്റ്റ്യൻ നമ്പർ 38ൻ്റെ തേർഡ് ക്വസ്റ്റിന് ഒരു ഓർ ക്വസ്റ്റിനും കൂടിയുണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് 1 silo ടു സ്റ്റോർ ഗ്രെയിൻസ്. ഒരു സിലോ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സിലോൻ്റെ ടോട്ടൽ കപ്പാസിറ്റി, അതായത് കോണിക്കൽ ഷേപ്പിൻ്റെയും സിലിണ്ടറിക്കൽ ഷേപ്പിൻ്റെയും ടോട്ടൽ കപ്പാസിറ്റി ഫൈൻഡ് ചെയ്യുക. അതായത് വോളിയം ഫൈൻഡ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കപ്പാസിറ്റി മീൻസ് ടോട്ടൽ വോളിയം. അപ്പോൾ ടോട്ടൽ വോളിയം വിൽ ബി ഈക്വൽ ടു total capacity will be equal to volume of cone plus volume of cylinder. Volume of cone plus volume of cylinder. Volume of cone എന്ന് പറയുന്നത് 1/3 πr²h ആണ്. 1/3 πr². ഇവിടുത്തെ റേഡിയസ് രണ്ടിനെ സെയിം ആയതുകൊണ്ട് R എന്ന ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹൈറ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ചെറിയ കോണിൻ്റെ ഹൈറ്റിനെ സ്മോൾ h ആയിട്ടും സിലിണ്ടറിൻ്റെ ഹൈറ്റിന് ക്യാപിറ്റൽ H ആയിട്ടും ഇവിടെ യൂസ് ചെയ്യുന്നു. പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ πr² ക്യാപിറ്റൽ H. സോ ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള πr² രണ്ടിലും കോമൺ ആണ്. πr² കോമൺ ആയിട്ട് എടുക്കുന്നു. ബ്രാക്കറ്റിൽ 1/3h പ്ലസ് πr² ഇതിൽ നിന്ന് കോമൺ ആക്കി എടുത്താൽ ബാലൻസ് ഉള്ളത് ക്യാപിറ്റൽ H. സോ πr². ഇനി എച്ചിൻ്റെ വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1/3 സ്മോൾ എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. കോണിക്കൽ പാർട്ടിൻ്റെ ഹൈറ്റ് 2 മീറ്റർ ആണ്. ഇൻറ്റു 2 പ്ലസ് ക്യാപിറ്റൽ H എന്ന് പറയുന്നത് ഇവിടുത്തെ സിലിണ്ടറിക്കൽ പാർട്ടിൻ്റെ ഹൈറ്റ് 7 which is equal to πr² into 2/3 plus 7 which is equal to πr² into ഇത് ആഡ് ചെയ്യുമ്പോൾ 2/3 plus 7 നമുക്ക് കിട്ടുന്നത് 2 plus 21/3 which is equal to πr² into 23/3. ഇനി നമുക്ക് ബാക്കിയുള്ളതിലൊക്കെ പൈക്കും r² വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു r². r എന്ന് പറയുന്നത് 1.5 അഥവാ 3/2. 3/2 ഇൻറ്റു 3/2 ഇൻറ്റു 23/3. 3 നമുക്ക് 2 11 ടൈംസ് ഫൈനലി നമുക്ക് കിട്ടുന്നത് 33 11 into 33 into 23 whole divided by 7 into 2 that is equal to 33 into 23 divided by 7 into 14. So the total capacity of 1 silo is 54.21 meter cube. This is the answer.
നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടി അനലൈസ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സിലോയുടെ ടോട്ടൽ കപ്പാസിറ്റി ഫൈൻഡ് ചെയ്യുക. ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ വോളിയമാണ്. അപ്പോൾ ടോട്ടൽ വോളിയം ഫൈൻഡ് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് ഫിഗറിൽ തന്നിരിക്കുന്നത് വോളിയം കോണും സിലിണ്ടറും ആണ്. അപ്പോൾ രണ്ടിൻ്റെയും സെപ്പറേറ്റ് വോളിയംസ് ഫൈൻഡ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യുക. അപ്പോൾ വോളിയം ഓഫ് കോൺ 1/3 പൈ ആർ സ്ക്വയർഡ് എച്ച് സ്മോൾ എച്ച്, പിന്നെ വോളിയം ഓഫ് സിലിണ്ടർ പൈ ആർ സ്ക്വയർഡ് ക്യാപിറ്റൽ എച്ച്. പൈ ആർ സ്ക്വയർ കോമൺ ആക്കി എടുത്ത് നമുക്ക് ഫൈനൽ ആൻസർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസർ കിട്ടുന്നത് 54.21 മീറ്റർ ക്യൂബ്. അപ്പോൾ നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ മാത്സിൻ്റെ 2024-25 കോഡ് നമ്പർ 041 എന്ന് പറയുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഫിനിഷ് ആവുകയാണ്, അനലൈസ് ചെയ്ത് ഫിനിഷ് ആവുകയാണ്. മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ CBSE ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യട്ടെ. എക്സാമിന് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത് കൂടാതെ വേറെ ചാപ്റ്റർ വൈസുള്ള വീഡിയോസ് 1 by 1 ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. സോ എല്ലാവരും വീഡിയോസ് ഫ്രണ്ട്സിന് എല്ലാവർക്കും CBSEയിലുള്ള എല്ലാ ക്ലാസ് 10 ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു.